മേജർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ഇന്ദ്രബാലൻ സാർ കൂടി ചേരുന്നു. ശ്രീ ഇന്ദ്രബാലൻ സാർ, ഇവിടെ ഒരു സിഗ്നൽ കാണുന്നു എന്ന് പറയുന്നു. അത് ഈ GPRലാണ് ആ സിഗ്നൽ കണ്ടത്. ആ സിഗ്നൽ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഇമ്പാക്റ്റ് മൂലം ഉണ്ടാകാവുന്ന ഒരു ബ്ലൂ വേരിയേഷൻ ആണെന്ന് പറയുന്നു. സാർ, ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? GPR സിഗ്നൽ യൂഷ്വലി നമുക്ക് കിട്ടുന്നത് റഡാർ സിഗ്നേച്ചേഴ്സ് ആണ്, അതിന്റെ റിട്ടേൺ സിഗ്നേച്ചേഴ്സിൽ. അതിൽ ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ പറയാൻ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഈ കമ്പനിയുടെ കയ്യിൽ ആ ടെക്നോളജി ഉണ്ടെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് അതിൽ ജീവിതമുള്ള സിഗ്നേച്ചർ വേറെ സിഗ്നേച്ചർ ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഫെന്റാസ്റ്റിക് ടെക്നോളജി. ആൻഡ് ഇഫ് ദ ടെക്നോളജി ഈസ് ഗിവിംഗ് യു ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ ജീവിതമുണ്ട്, they should be given primary importance for deployment. കാരണം നമുക്ക് ഇപ്പോൾ primary aim നമ്മുടെ എന്താണ്? To save lives. And to save lives, we can go to any extent. Other you will see army ആയാലും നേവി ആയാലും they will do their best to ensure ഇങ്ങനെ ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സിഗ്നൽ കിട്ടിയത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. I am yet to study what is the technology behind it. We'll understand what the technology behind it. But before that, the signal kittiyada, and if the company is claiming it is of a live person, I think it's absolutely amazing. Absolutely amazing. My compliments to this company. And if I'm there, I would be part of this company organization to support whatever way possible to further strengthen what they're doing. ഇന്ദ്രബാലൻ സാർ, ഇത് നമുക്കും ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയില്ല. അറിയാവുന്നിടത്തോളം നമ്മൾ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിടത്തോളം അവർ പറയുന്നത് അവർക്ക് എന്താണ്, ഒരു ചലനമാണെങ്കിൽ കിട്ടുക റെഡ് സിഗ്നലാണ്, ബ്രീത്തിങ് ആണെങ്കിൽ കിട്ടുക ബ്ലൂ സിഗ്നലാണ്. ഇവർക്ക് കിട്ടുന്നത് ബ്ലൂ സിഗ്നലിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ്. അതിനുള്ളിൽ ഒരു ജീവിക്കുന്ന ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു ജീവൻ അവിടെ അതിനകത്തുണ്ട്. അതിന് പക്ഷേ ഒരു പശുവാകാം, ചിലപ്പോൾ ഒരു നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ ആ വലിപ്പത്തിലുള്ള ഒന്നാകാം. അതിന് താഴേക്ക് പാമ്പോ തവളയോ ഒന്നും ആവില്ല എന്ന് പറയുന്നു. അതേസമയം ഒരു പശുവാകാം, ആ വലിപ്പത്തിലുള്ള അത് മനുഷ്യനുമാകാം എന്നും പറയുകയാണ്. ഇന്ദ്രബാലൻ സാർ, അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞ ഫണ്ടാസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറയാം, നമുക്ക് പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്യാം. അങ്ങനെയാണോ? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നത് ഇവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഐദർ ദേ ഹാവ് യൂസ്ഡ് തെർമൽ ഇമേജർ. ആ തെർമൽ ഇമേജിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ലൈവ് ആണോ അതെങ്കിൽ ജീവിതം ഉള്ളാണോ അതോ അല്ലയോ എന്ന്. ജീവിതം ഉള്ളെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല വാട്ട് ഈസ് ദി ഹ്യൂമൻ ബീങ് ആണോ വേറെ എന്തോ ആനിമൽ ആണോ എന്ന്. സോ വൺ പോസിബിലിറ്റി ഈസ് ദേ ആർ യൂസിങ് തെർമൽ ഇമേജർ. സെക്കൻഡ് പോസിബിലിറ്റി ഈസ് ദേ ആർ യൂസിങ് വാട്ട് ഈസ് കോൾഡ് ആസ് സൗണ്ടിങ് ഇമേജർ. ദാറ്റ് മീൻസ് ചെറിയ ഒരു സൗണ്ട് വരുമ്പോൾ ആ സൗണ്ടിനെ പിടിച്ചിട്ട് അതിനെ എൻഹാൻസ് ചെയ്തിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ നോക്കും ഇത് എന്തിന്റെ സൗണ്ട് ആണെന്ന്. സോ ദാറ്റ് ഇസ് വൈ ആ സൗണ്ടിനെ അഗെയിൻ റീഡിങ് ഒരു പ്രോബിലിറ്റി പറയും അവർ, ഇത് ദിസ് ഈസ് ഗോയിങ് ടു ബി ഹ്യൂമൻ സൗണ്ട് ഓർ സംതിങ് സെക്കൻഡ് ടെക്നോളജി പോസിബിൾ. തേർഡ് അവർ GPR ഉപയോഗിക്കുകയാണെങ്കിൽ സോ ആ GPR റിട്ടേൺ സിഗ്നലിനെ അവർ അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ്മെന്റ് ഉള്ള ബോഡിയിൽ ചെറിയ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദേ ഹാവ് ഇൻവെന്റഡ് എ വെരി ഗുഡ് അൽഗോരിതം ആൻഡ് ദാറ്റ് ഷുഡ് ബി എൻകറേജ്ഡ്. സാർ, ഞാൻ ഇതുമായി നടത്തി നമുക്ക് അധികം അറിവില്ലെങ്കിൽ കൂടിയും ചെറിയൊരു പരിശോധനയിൽ ഇത് നമ്മുടെ ബ്രീത്തിങ് ഉണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഒരു ചലനമുണ്ട്. എത്ര നേരിയ ബ്രീത്തിങ് ആണെങ്കിൽ നെഞ്ചിൻ്റെ നേരിയ ഒരു ചലനം ഉണ്ടാകും. ആ ചലനം നമ്മൾ പണ്ട് പഠിച്ച ഡോപ്ലർ എഫക്റ്റ് എന്ന ആ പ്രതിഭാസത്തിലൂടെ പഠിച്ചിട്ടുണ്ടാകുന്നതാണ് ഈ GPR എന്ന് ഞാനൊരു ഗൂഗിളിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ ഒരു ദുരന്തവും നടത്തിയ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട സ്റ്റഡിയിൽ വായിച്ചു. അത് വസ്തുതയുള്ളതാണോ മണ്ടത്തരമാണോ ശ്രീ ഇന്ദ്രബാലൻ സാർ? ഞാൻ ഈ സമയത്ത് സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് സ്പെക്കുലേറ്റ്. അവര് ഐ എം ഷുവർ അവരിങ്ങനെ പറയുകയാണെങ്കിൽ ദേ ആർ സേയിങ് ദിസ് വിത്ത് ഫുൾ സിൻസിയറിറ്റി. there is two things when നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ഒന്നാണ് സിൻസിയറിറ്റി, സെക്കൻഡ് ഈസ് കോൺഫിഡൻസ് ലെവൽ, തേർഡ് ഈസ് പ്രോബബിലിറ്റി. ഈ മൂന്ന് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും യന്ത്രത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി, എവറിത്തിങ് ഈസ് എ പ്രോബിലിറ്റി ഇൻ ലൈഫ്. നമ്മൾ പാസ് ആവോ എക്സാമിൽ ഇല്ലയോ അതും ഒരു പ്രോബിലിറ്റിയാണ്. അതേപോലെ ഈ സിഗ്നൽ കറക്റ്റ് ആണോ നമ്മൾ പറയുന്ന എത്രയാണ് അതിന്റെ 80% പ്രോബിലിറ്റി 90% പ്രോബിലിറ്റി അവർക്ക് പറയാൻ പറ്റും. സെക്കൻഡ് തിങ് ഈസ് അവരുടെ കോൺഫിഡൻസ് ലെവൽ. സോ their own confidence level can vary from 70, 80, 90%. അതെന്താണ് നമ്മൾ നോക്കണം. തേർഡ് ഈസ് അവർ എത്ര സിൻസിയർ ആണ്. ഇത് മൂന്നും 80% കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഫാബുലസ്. You have to give me some time to understand the technology. I'll try and speak to these people also. But generally അവരുടെ proprietary technology എന്താണ് they will probably not share for good reasons, understandable reasons. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ what you have studied in Google, you are quite close. You are very close and I'm happy you have gone into this detail. താങ്ക് യു സാർ. താങ്ക്സ് a lot. എന്തായാലും ഫണ്ടാസ്റ്റിക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ശ്രീ ഇന്ദ്രബാലൻ സാർ, ഫാബുലസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ശ്രീ ഇന്ദ്രബാലൻ സാർ. ആ വാക്കുകൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ
എഫക്റ്റിലേക്ക്, അതിൻ്റെ ഫലവത്തിലേക്ക്, ആ റിസൾട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോഴും നിലവിൽ കഴിയുകയുള്ളൂ. അതിന് കാരണം ഇപ്പോഴും ഈ പറയുന്ന ആംബിക്വിറ്റി, അൺസർട്ടനിറ്റി അങ്ങനെ നിൽക്കുകയാണ്. കാര്യം ഒരു ജീവൻ എന്നുള്ള, ഇപ്പോൾ ആ കമ്പനി തന്നെ പറയുന്നത് ഒരു ഒരു ജീവിക്കുന്ന ഓർഗാനിസം എന്ന് മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. അത് ഇപ്പോഴും എന്തുമാകാം. അത് മനുഷ്യനാണെന്ന് പറയാനുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇല്ല. പക്ഷേ ആ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ നന്മ എന്ന കാര്യം ഉറപ്പാണ്. അതിനുള്ളിലുള്ളത് മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും. നമ്മുടെ മണ്ണിലുണ്ടായ ഒരു മഹാദുരന്തത്തിൽ 4-ാം നാൾ ഭൂമിക്കടിയിൽ നേരിയ ജീവൻ്റെ ചലനമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്ന് നമ്മളോട് ഒരു കമ്പനി പറയുന്നു. ആ കമ്പനി അവരുടെ ദൗത്യം കഴിഞ്ഞ ആ സമയം മടങ്ങാൻ തുടങ്ങുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മടങ്ങാൻ തുടങ്ങുമ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ്റെ ഭൂമിക്കടിയിൽ 4-ാം നാളും 5-ാം നാളോ 6-ാം നാളായാലും ജീവൻ്റെ നേരിയ ചലനമുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കുമെന്ന് ഈ രാത്രിയിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ യുവജന സംഘടനാ നേതാക്കൾ, DYFയുടെ യൂത്ത് ബ്രിഗേഡ്, യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്, SKSSF, SYSൻ്റെ സാന്ത്വനം, റെഡ് ക്രോസ് ഒക്കെ ഈ ആർമിക്കൊപ്പം ഈ രാത്രി മുഴുവൻ കാവലായി നിൽക്കുകയാണ്. നമ്മുടെ സഹോദരന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർക്കൊക്കെ, രാത്രിയും അവിടെ നിൽക്കുന്ന, രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഈ സംഘടനാ സഹോദരന്മാർക്കൊക്കെ അഭിവാദ്യങ്ങൾ കൂടി ഈ രാത്രി അർപ്പിച്ച മതിയാവുകയുള്ളൂ. അവർ ഈ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന എല്ലാവരും ആ മേഖലകളിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞതല്ലാത്തതുമായ ഒരുപാട് യുവജന സംഘടനകൾ, മറ്റ് രാഷ്ട്രീയ ഭേദചിന്തകൾ മറന്നുകൊണ്ട് മെയ്യോട് മെയ് ചേർന്ന്, കൈയോട് കൈ ചേർന്ന് ഈ ഭൂമിയിൽ, ഈ ദുരന്ത ഭൂമിയിൽ ജീവനെ തിരഞ്ഞ്, മൃതദേഹങ്ങൾ തിരിഞ്ഞ് അവരവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു ബിഗ് സല്യൂട്ട്, നമ്മൾ സേനയ്ക്കും എല്ലാവർക്കും ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ആ യുവജന സംഘടനകൾക്കും ഒരു ബിഗ് സല്യൂട്ട് അവർ ശരിക്കും അർഹിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം രാപ്പകൽ നീളുന്ന, അല്ലെങ്കിൽ രാത്രി വൈകിയും നീളുന്ന കഠിനാധ്വാനത്തിലാണ് അവരുമുള്ളത്. അത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, അത് ആ നാടിന് വേണ്ടിയാണ്. നമ്മൾ തിരികെ വിഷയത്തിലേക്ക് വന്നാൽ, അവിടെ ഒരു ജീവൻ്റെ തുടുപ്പ് തേടി സിഗ്നൽ ലഭിച്ച സ്ഥലത്തുള്ള പരിശോധന അങ്ങനെ നീണ്ടു പോവുകയാണ്. നമ്മൾ നേരത്തെ ഈ സിഗ്നൽ കിട്ടി, 1 തവണ 2 തവണ 3 തവണ ആ സിഗ്നൽ കിട്ടി. ആ സിഗ്നൽ വന്നത് ശക്തമായ സിഗ്നലാണ്. ആ കമ്പനിക്ക് ഇപ്പോൾ ഇന്ദ്രപാൽ സാർ പറയുന്നത്, ഓരോ കമ്പനിക്കും ഓരോ ടെക്നോളജിയാണ്, അവരത് അവർ വെളിപ്പെടുത്താൻ തയ്യാറാവില്ലെന്ന് പറയുന്നത്. പക്ഷേ ഇന്ദ്രപാലൻ സാർ സംശയിക്കുന്നത് ഈ തെർമൽ സംവിധാനം കൂടി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അദ്ദേഹം തെർമലുമായി ബന്ധപ്പെട്ട ഡ്രോൺ സംവിധാനത്തിൻ്റെ വക്താവ് കൂടിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട്. സുർജിത്ത്, ഇവിടെ ദൗത്യഭൂമിയിൽ ചെറുതായി ഇരുട്ട് വീഴുന്നുണ്ട്. ആവശ്യത്തിന് ഫ്ലഡ് ലൈറ്റുകൾ എത്തിയിട്ടുണ്ടോ? ആവശ്യത്തിന് വെളിച്ചമെത്തിച്ച് പരിശോധന തുടരുക തന്നെയല്ലേ? ഹാഷ്മി, പരിശോധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഹാഷ്മി ഉള്ളത്. കാരണം ഇതിന്റെ സിഗ്നൽ വേരിയേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ള ഒരു നടപടിക്രമമാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. പിന്നീട് 0.7 എന്നുള്ള മാർക്കിൽ സിഗ്നൽ ലഭിച്ചു. പിന്നീട് 0.65 എന്നുള്ള ഒരു സിഗ്നൽ വേരിയേഷൻ കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അതിന്റെ തുടർ പരിശോധന നടത്തുകയാണ്. ആളുകളെ എല്ലാം തന്നെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സിഗ്നൽ ബോക്സ് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആ ബോക്സിൽ കേന്ദ്രീകരിച്ചാണ്, അതിൽ സിഗ്നൽ വേരിയേഷൻ ഉണ്ട്. ഒരു ബ്ലൂ ലൈൻ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബ്ലൂ ലൈൻ എങ്കിൽ സ്വാഭാവികമായും ഒരു ബ്രീത്തിങ് സ്വഭാവമുണ്ട്, അതായത് ശ്വാസോച്ഛ്വാസത്തിന്റെ സ്വഭാവമുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്തിന്റെയാണ് എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. ഒരു മനുഷ്യജീവനെങ്കിൽ സ്വാഭാവികമായും ആ ജീവൻ തിരികെ പിടിക്കേണ്ടതുമുണ്ട്. ആ ഒരു ദൗത്യമാണ് നടപ്പാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ പരിശോധന നടത്തിയ ശേഷം എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ആ മടങ്ങിയ ആളുകളെല്ലാം തന്നെ ഞൊടിയിടയിൽ തിരികെ വന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷമാണ് ആളുകൾ എല്ലാവരും, ഈ സൈനികരും ഈ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇതൊരു സ്വകാര്യ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള നിരഞ്ജൻ പറയുന്നത് ടോപ്പ് ലെവലിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തിരികെ എത്തിയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തുടർ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതിന്റെ ഒരു കൃത്യത അടിസ്ഥാനത്തിലായിരിക്കും രാത്രി ഇവിടെ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഇത് മണ്ണ് ഉൾപ്പെടെ മാറ്റി നേരത്തെ ഉച്ചയോടെ നടത്തിയ ആ പരിശോധന അതേ തരത്തിൽ തന്നെ നടത്തണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടത് അതിനുശേഷം ആയിരിക്കും. എന്തായാലും ഇവിടെ അകത്തുള്ളത് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും സൈനിക ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദഗ്ധരും മാത്രമാണ്. അവരുടെ നേതൃത്വത്തിലാണ്, അവരെല്ലാം കൂട്ടായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തുടർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര സമയം നീളും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇനി രാത്രി ഈ പ്രദേശം മൊത്തം കുഴിയെടുത്തുകൊണ്ട് ഈ
ഉരുൾപൊട്ടലിന്റെ ഭാഗമായി വന്നിട്ടുള്ള അവശിഷ്ടങ്ങളെല്ലാം നീക്കിയ ശേഷം നടക്കുമോ എന്നൊന്നും അറിയില്ല. നേരത്തെ ഈ ഷട്ടർ അടക്കം തുറക്കാനുള്ള ശ്രമം ഉണ്ടായി. അതിനുശേഷം ഷട്ടർ തള്ളിയ ശേഷം ആ ബോക്സ് വെച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രാത്രി വൈകിയും ഈ പരിശോധന സജീവമായി തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളുമെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക്, അതായത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ചുരൽമലയിൽ നിന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു KP മൊയ്തീൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഖത്തറിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നത് 3 മീറ്ററല്ലേ ഉള്ളൂ, അതൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് സമാധാനമാവില്ലേ എന്ന് പറയുന്നു. 7 മീറ്ററല്ലേ കുഴിക്കേണ്ടു, ആ സംശയം കൂടി തീർത്താൽ എത്രയോ സമാധാനമാവുന്നു KP മൊയ്തീൻ കുവൈറ്റിൽ നിന്ന് പറയുന്നു. 100% ശരിയാണ്. നമ്മൾ ആ മണ്ണിനുള്ളിൽ ഒരു ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് ഉറപ്പിച്ചിട്ട് രാത്രി ഇന്ന് പോയി കിടന്നാൽ അത് ഉറപ്പിക്കാതെ ഇന്ന് പോയി കിടന്നാൽ നമുക്ക് ആർക്കെങ്കിലും ഉറക്കം വരുമോ, സമാധാനം കിട്ടുമോ? ആ സമാധാനക്കേടിൽ നിന്നാണ് അത് മനുഷ്യത്വത്തിൻ്റെ സമാധാനക്കേടാണ്. അതിൽ നിന്നാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ 8 മണിയാകുന്നു. 8 മണിയാകുമ്പോഴും രാത്രി ആ ദുരന്തഭൂമിയുടെ ആകാശ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട്. രാവിലെ പകൽ കുറച്ച് അതിഭീകരമായി കാണുന്ന ദൃശ്യങ്ങളാണ്. അത് കുറച്ച് അവ്യക്തമായതുകൊണ്ട് ആ ഭീകരത കുറച്ച് കുറയുന്നുണ്ട് രാത്രി എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുത്തിയൊലിച്ചൊഴുകുന്ന ആ പുഴയും ഈ ഉരുളൊഴുകി വന്ന വല്ലാത്ത വിനാശകരമായ വഴികളൊക്കെ നമുക്കിപ്പോഴും കാണാം. അവിടെ കറണ്ടില്ല. അത്യാവശ്യം വെളിച്ച സംവിധാനങ്ങൾ ഇവിടെയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതൊക്കെ ഉരുൾപൊട്ടി പരമനാശമായതിനു ശേഷം KSEB ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്തു കൊടുത്ത അവരെ അഭിനന്ദിക്കേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ദൗത്യം കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് രാത്രി ഇപ്പോൾ വെളിച്ചം കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. പോട്ടെ, ദൗത്യഭൂമിയിലേക്ക് തിരികെ വന്നാൽ അവിടെ ഇപ്പോഴും NDRF സംഘമുണ്ട്, യുവജന സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. റഡാറിൽ ഒരു ജീവശ്വാസം പതിഞ്ഞു എന്ന് പറയുകയാണ് ആ സംഘടന. അത് കൃത്യമായ ബ്ലൂ സിഗ്നലാണ്, കരുത്തുള്ള സിഗ്നലാണെന്ന് പറയുകയാണ്. രാത്രി എത്രത്തോളം ദൗത്യം തുടരും എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുകയാണ്. സുർജിത്ത്, എന്തായാലും ഇന്നലെ ഈ സമയമൊക്കെ പെരുമഴയായിരുന്നു. ഈ സമയം ഈ സിഗ്നൽ കിട്ടിയ ഈ നല്ല ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവസം മഴ മാറി നിൽക്കുന്നത് ഒരാശ്വാസമാണ്. കശ്മീർ മഴ മാറി നിൽക്കുന്നു, ആശ്വാസമാണ്. സ്വാഭാവികമായും ഇന്നലെയൊക്കെ ഈ സമയത്ത് പലപ്പോഴും കനത്ത രീതിയിൽ മഴപ്പെയ്ത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി ബാധിച്ചിരുന്നു. ഒരു 5 മണിയോട് കൂടി തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തമായ മഴയായിരുന്നു. ഇന്ന് മഴ നേരിയ ചാറ്റൽ മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, പക്ഷേ ശക്തമായ മഴയില്ല. നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്തിരുന്നത്. ഇപ്പോൾ ആ ഫ്ലഡ് ലൈറ്റ്, അതുമായി ബന്ധപ്പെട്ട ഈ ഡൂം ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ വെളിച്ചം തയ്യാറാക്കുന്ന ആ ഒരു കാഴ്ച, കൂടുതൽ വെളിച്ചം ഇവിടെ നൽകാനുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനർത്ഥം യന്ത്ര സംവിധാനങ്ങൾ എത്തും. അങ്ങനെ ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനുള്ള പരിശോധനയാണ്. സിഗ്നൽ 3 മീറ്റർ താഴെയാണ്. അവിടെ പരിശോധന പുരോഗമിക്കുന്നത്. വിജയകുമാർ ചോദിച്ചു. വിജയകുമാർ, ഒരു ദൗത്യം ഏതാണ് തീർന്നു എന്ന് കരുതിയതാണ്, പക്ഷേ രണ്ടാമത് വീണ്ടും തുടങ്ങുന്നുണ്ട്. അത് മൂന്നാമത് നോക്കുമ്പോൾ കുറച്ചുകൂടി ശക്തമായ സിഗ്നലാണെന്ന് പറയുന്നുണ്ട്. ആ പരിശോധന എത്ര സമയം നീണ്ടു നിൽക്കും എന്നറിയാൻ കഴിയുന്നുണ്ടോ? കാശ്മീർ ഇപ്പോ ചൂരൽമലയിൽ നിന്ന് നമ്മൾ വരികയാണ്. ചൂരൽമലയിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളും തിരികെ ഇവിടേക്ക് മുണ്ടക്കൈയുടെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ കൂടുതൽ വാഹനങ്ങൾ വരുന്നു. NDRF അവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. വെളിച്ചം കൂടുതൽ എത്തിക്കുന്നു. ജനറേറ്ററൊക്കെ കൂടുതൽ അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഊർജിതമായ തെരച്ചിലിന് രാത്രിയിലും സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ടാവും. കൂടുതൽ ഇപ്പോൾ ഒരു JCB അവിടെ താഴെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ JCB ഒക്കെ ഇവിടുന്ന് പോയതായിരുന്നു, അതൊക്കെ തിരികെ വിളിക്കുകയാണ്. അപ്പോൾ തെരച്ചിൽ വളരെ ഊർജിതമായി നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടേക്ക് താഴെയുള്ള പോലീസിന്റെ കൂടുതൽ സേനാംഗങ്ങളെ എത്തിച്ചു. NDRFന്റെ ഒരു സേനാ വിഭാഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർമിയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവിടെ എല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, സേനാംഗങ്ങൾ എത്തുന്നുണ്ട്. ഈ പ്രാദേശിക ദൗത്യത്തിന് പ്രാദേശിക രക്ഷാപ്രവർത്തകരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇപ്പോൾ വീണ്ടും വളരെ ഊർജിതമായി ഒരു ദൗത്യത്തിലേക്ക് രാത്രി കടക്കുകയാണ്. അപ്പോൾ ജീവന്റെ ഒരു തുടിപ്പുണ്ട് എന്നത് 3 തവണത്തെ പരിശോധനയിലും റഡാർ പരിശോധനയിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സജീവമായ തെരച്ചിലിന് കളമൊരുക്കുന്നത്.